ചീഫ് മിനിസ്റ്റർ സെവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാംകട ജലോത്സവം തൃശൂരിൽ കനോലി കനാലിൽ പുരോഗമിക്കുകയാണ്. തത്സമയം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രസാദേട്ട, പ്രിയപ്പെട്ട നിങ്ങളോട് ഉൾപ്പെടെ സാക്ഷി നിർത്തി പറയുന്നു, അടുത്ത വർഷം സാധാരണ ജൂബിലി ആഘോഷിക്കുക 25-ലും 50-ലും 100-ലുമാണ്. പക്ഷെ നമുക്ക് 50-ാമത്തെ വർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 40-ാമത്തെ വർഷം കഴിഞ്ഞ് 41-ാമത്തെ വർഷത്തിലേക്ക് ജലവാഹിനി ബോട്ട് ക്ലബ്ബും കണ്ടശാങ്കടവ് ജലോത്സവ സംഘാടക സമിതിയും മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കൃത്യത വരുത്തേണ്ടതുണ്ട്. ചില കടപ്പാടുകൾ നമുക്ക് അറുതി വരുത്തേണ്ടതുണ്ട്. കാരണം 41-42 കഴിഞ്ഞ് 50-ലേക്കൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഒരു പൊട്ടുകുത്തു പോലെ നമുക്ക് വിഷമിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതിന് ശക്തമായി നിങ്ങളോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾ വാക്ക് പറയുന്നു. നിങ്ങളോടൊപ്പം ഭദ്രൻ വടക്കുംപുറം എന്ന് പറയുന്ന ഈ കമന്റേറ്റർ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ, സംഘാടക സമിതിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 41-ാമത്തെ വർഷം ജലവാഹിനി ബോട്ട് ക്ലബിന്റെ കണ്ടശാങ്കടവ് ജലോത്സവ സംഘാടക സമിതിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. നമ്മൾ ആ 41-ാമത്തെ വർഷത്തിൽ ഒരു കളങ്കമില്ലാതെ ഇതാ കണ്ടശാങ്കടവ് ജലോത്സവത്തിന് 10 പൈസക്ക് ബാധ്യതയില്ല, 1 ലക്ഷമെങ്കിൽ 1 ലക്ഷം ഇതാ ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട് എന്ന് പറയാവുന്ന രീതിയിൽ പ്രാപ്തന്മാരായിരിക്കും നമ്മളെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നെഞ്ചിൽ കൈവച്ചുകൊണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് കരുത്തന്മാര് 1921 മുതൽ വള്ളംകളി നടത്തി പാരമ്പര്യമുള്ള അല്ലേ കെട്ടുവഞ്ചിയില് 1926 കെട്ടുവഞ്ചിയിൽ പുഴയിൽ പോയി പണിയെടുക്കുന്ന കെട്ടുവഞ്ചിയിൽ പോലും 76-ൽ മത്സരം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവര് കണ്ടശാങ്കടവ് പ്രിയപ്പെട്ട ജലവാഹിനിയുടെ ആൾക്കാർ 1976-ല് പോലും വള്ളംകളി നടത്തി പാരമ്പര്യമുള്ള കണ്ടശാങ്കടവുകാര്. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മള് വളരെ സുന്ദരമായ നെഹ്റു ട്രോഫിയുടെ ഒരു തനി പകർപ്പ് ഇങ്ങോട്ട് പകർത്തു വെച്ചതുപോലെ നമ്മുടെ കൃത്യത വരുത്തുന്ന ഒരു മത്സരം ഒപ്പിയെടുത്ത് നമ്മുടെ നെഹ്റു ട്രോഫിയെ ഇങ്ങോട്ട് പകർത്തു വെച്ചതുപോലുള്ള ഒരു മത്സരം ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ പ്രിയപ്പെട്ട TCVയുടെയും അതോടൊപ്പം തന്നെ ഫോർത്ത് ചാനലിന്റെയും നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ഗ്രാമ്യ ഓർബിറ്റ് ഇവരെല്ലാവരും കേരള വിഷൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചേർന്ന് ഇതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് നമുക്ക് ഈ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ ഏത് കോണിലും ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നു. കാരണം ഇവിടെ ഈ ജലോത്സവം ഇത്രയും ഭംഗിയായി നടത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ വ്യവസായികളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സ്നേഹമുള്ളവരാണ് ഈ കണ്ടശാങ്കടവിന്റെ അല്ലെങ്കിൽ വാടാനപ്പള്ളിയുടെ, ഈ തൃശ്ശൂരിന്റെ, ഈ മധ്യ കേരളത്തിന്റെ, ഈ വ്യവസായിക പട്ടണത്തിന്റെ ഹൃദയ വിശാലതയുള്ള വ്യാപാരി വ്യവസായികളോട് സ്നേഹപൂർവ്വം ഞങ്ങൾ കടപ്പാട് അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്തായാലും ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകര്, ഇവിടുത്തെ പോലീസ് സേന, ഇവിടുത്തെ പ്രിയപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂസിന്റെ പ്രിയപ്പെട്ടവര്, ഇവരെല്ലാവരും നമ്മളോടൊപ്പമുള്ള ആളുകളാണ്. നമ്മുടെ അന്തിക്കാട് പ്രസ് ക്ലബിന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരായ VS ഷാജുവും KS ശശിധരനും വിൽസനും, മനോരമയുടെ വിൽസനും, അബ്ബാസ് വീരാവുണ്ണി ദേശാഭിമാനി, VM ഹുസൈൻ ദീപിക, VS സുനിൽകുമാർ മാധ്യമം, സുബ്രൻ അന്തിക്കാട് ജന്മഭൂമി, മണികണ്ഠൻ കുറുപ്പത്ത് 24 ചാനൽ, ജോസ് മാവേലി ജനയുഗം, VS ഷാജു കേരള വിഷൻ, KS ശശിധരൻ മാതൃഭൂമി തുടങ്ങിയ പ്രിയപ്പെട്ട നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ കണ്ടശാങ്കടവിൽ ഇതാ തൃശൂർ പൂരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നെഹ്റു ട്രോഫിയുടെ ഒരു നേർക്കാഴ്ച നമുക്ക് സമ്മാനിച്ചുകൊണ്ട് 3 ജലകേസരികള്, ഞാൻ പറഞ്ഞില്ലേ 52 അങ്കുലം 52 കോല് നീളത്തിൽ 52 അങ്കുലം വണ്ണത്തിൽ അതേ താഴ്ചയിൽ വിസ്തൃതിയിൽ കൃത്യമായി കൂമ്പിലിരുന്ന്, നിങ്ങൾ ഒന്ന് നോക്കിക്കേ, ആ കൂമ്പിലിരുന്ന് തുഴയുന്ന ആളുകള് ആ ഒരു കായിക അഭ്യാസികളെ പോലെ ശരിക്കും പറഞ്ഞൊരു കളരിയും കുങ്ഫുവും കരോട്ടയും ഒക്കെ ഒരുമിച്ച് പഠിച്ചാൽ പോലും സാധിക്കാത്ത
രീതിയിലുള്ള അഭ്യാസികളായാലേ അത്തരത്തിൽ ഇരുന്ന് തുഴയാൻ കഴിയൂ. കണ്ടോ, എത്ര നിലക്കാര്, എത്ര അമരക്കാര്, എത്ര കൂമ്പിലിരുന്ന് തുഴയുന്നവര്. ആ കൂമ്പിൽ ഏകദേശം 4 പേരിരുന്ന് തുഴയുമ്പോൾ ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് അവർ തുഴഞ്ഞു വരുമ്പോൾ വാശിയുടെ, വീറിന്റെ, ആവേശത്തിന്റെ മുത്തുമണികള് നമ്മുടെ ഈ കനോലി കനാലിൽ മുത്തു വിരിയിച്ചുകൊണ്ട് ആവേശം വാരി വിതറിക്കൊണ്ട് കടന്നു പോകുമ്പോൾ എത്ര സുന്ദരമാണ്, എത്ര സുരഭിലമാണ് പ്രിയപ്പെട്ടവരെ. ചുണ്ടൻ വള്ളങ്ങളുടെ മഹത്തായ മത്സരം നടത്തിക്കൊണ്ട് മോഹനമായ സുന്ദരമായ സായാഹ്ന സൂര്യൻ പോലും ഒന്ന് പതുക്കെ അതിന്റെ ഭ്രമണമൊന്ന് നിർത്തി, കറക്കമൊന്ന് നിർത്തി അവിടെ ഒന്ന് നിലയുറപ്പിച്ചോ എന്നൊരു സംശയം. കാരണം ആ ചിരിയൊന്ന് കാണാൻ, ആ സന്തോഷമൊന്ന് കാണാൻ, ആ മത്സരമൊന്ന് കാണാൻ, ആ ആവേശമൊന്ന് കാണാൻ ആ പശ്ചിമാംബരനായ സൂര്യൻ പോലും, സായാഹ്ന സൂര്യൻ പോലും ഒന്ന് അവിടെ പതുക്കെ ബ്രേക്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നി ഈ പവലിയനിൽ നിന്ന് നോക്കുമ്പോ. എന്തായാലും ആ ഭ്രമണപഥത്തിന് കൃത്യതയുണ്ട്. എന്തായാലും PCWA എന്ന മനോഹാരിത പായിപ്പാടും അങ്ങനെ മഞ്ഞ ജേഴ്സിയൊക്കെ ഇട്ട് അവരും അങ്ങനെ ആവേശത്തിന്റെ മുത്തുമണികളൊക്കെ വാരി വിതറി ഏതാണ്ട് 3 ചുണ്ടൻ വള്ളങ്ങൾ കൂടി ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോയിരിക്കുകയാണ്. ഇനി നടക്കാനിരിക്കുന്നത് ഇരുട്ടുകുത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു പ്രകടനം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നു. വീറും വാശി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കട്ടെ. എന്തായാലും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഇതാണ് എന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ കാണിച്ചു തന്നു എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ അടുത്ത് വരാനിരിക്കുന്നു ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഇടിമുഴക്കത്തിന്റെ നേർക്കാഴ്ച. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ക്യാപ്ഷനായിട്ട് പലപ്പോഴും പറയാനുള്ള വാക്കാ, ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഇടിമുഴക്കത്തിന്റെ നേർക്കാഴ്ച നമ്മുടെ മുന്നിലേക്ക് തന്നുകൊണ്ട് ആവേശത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ജലറാണികള്, ജലരാജാക്കന്മാര് ചുണ്ടൻ വള്ളങ്ങൾ എന്ന് കുട്ടനാടുകാർ പറയുമ്പോ ഒരു പക്ഷെ ജലറാണികൾ മതി നമുക്ക്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ ജലറാണികൾ എന്നാണ് അവരുടെ സങ്കല്പം. ആ ജലറാണിമാര് നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കുക. കാരണം വനിത, ഈ പ്രകൃതി പോലും ഒരു വനിത എന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം. വനിതകൾ ഭരിച്ചിട്ടുള്ള സമയത്ത് എന്ത് ക്ഷീണമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഡാൻസി റാണി ഉണ്ടായിട്ടില്ലേ അല്ലെ? ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് വനിതകള്, എന്തിനേറെ പറയുന്നു, എത്ര കൊല കുമ്പനാണെങ്കിലും കടന്നു വന്നാൽ സ്വന്തം മാതാവ്, സ്വന്തം അമ്മ മോനെ എന്നും അറിഞ്ഞു വിളിച്ചാൽ എത്ര കൊല കൊമ്പനും അവിടെ ഒന്ന് പത്തി മടക്കി നിൽക്കും. അവൻ അവിടുന്ന് പതുങ്ങും. കാരണം അമ്മ എന്ന മഹാശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ സ്ത്രീ എന്ന സങ്കല്പത്തിന്, ഭാര്യക്ക് അല്ലെ, സ്നേഹിതയ്ക്ക്, അമ്മയ്ക്ക്, അതാണ് ഈ പ്രപഞ്ചത്തെ തന്നെ നമ്മൾ സ്ത്രീത്വമായി കാണുന്നത്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജലറാണിമാരെന്ന് ഞങ്ങൾ സങ്കല്പിച്ച ആ ജലകേസരികൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അങ്ങനെ ഒരുങ്ങി തയ്യാറായിട്ട് വരുമ്പോ ഫൈനൽ മത്സരം എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി മത്സരത്തിലൊക്കെ തീർച്ചയായും വള്ളങ്ങളെ ആ പവലിയനിലേക്കൊക്കെ കയറ്റി ഏതാണ്ട് നമ്മുടെ സിനിമാ ടിക്കറ്റ് മേടിക്കാൻ ക്യാബിനിലേക്ക് കയറുന്ന ഒരവസ്ഥയില്ലേ? ഞാനൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ചില സിനിമാ തിയേറ്ററിലൊക്കെ പണ്ടൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും ടിക്കറ്റിന് വേണ്ടിയിട്ട്. ആ ഗ്യാപ്പിലൂടെ എന്താണെന്നറിയില്ല, എനിക്ക് എന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ചില സമയത്ത് രാത്രിയിലൊക്കെ ഞെട്ടി എനിക്കുമ്പോൾ ഇത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, അതിലൂടെയാണ് ടിക്കറ്റ് എടുക്കാൻ കയറുന്ന സ്ഥലം. ഏതാണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരാൾക്ക് കഷ്ടി കൈയിടാൻ സ്ഥലമുള്ളിടത്ത് 3 പേരൊക്കെയാണ് ടിക്കറ്റിന് വേണ്ടി കൈയിടുക. പക്ഷെ ഈ കൈയൊന്ന് തിരിച്ചു വലിച്ചെടുക്കണ്ടേ? ഇതിന്റെ ഇടക്ക് ആർക്കെങ്കിലും ഒരു തലകറക്കം വന്നാൽ അവൻ അതിൽ പെട്ടില്ലേ, തിരിച്ചിറങ്ങാൻ പറ്റുമോ? അപ്പോ അതൊക്കെ ആലോചിച്ച് ടെൻഷൻ വന്നിട്ടുണ്ട്. അതാണ്. അപ്പൊ അതുപോലത്തെ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോ, സമ്മർദ്ദമുള്ളപ്പോ തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ ഈ മത്സരത്തെ സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ, ആദ്യ പാദ മത്സരത്തിൽ ഒരല്പം പിന്നിലും മുന്നിലും ഒക്കെ പോയെങ്കിലും ഇനി വരാനിരിക്കുന്നത് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഇടിമുഴക്കത്തിന്റെ നേർക്കാഴ്ചയാണ്. പച്ചവെള്ളമാണ് നമ്മുടെ കനോലി കനാലിൽ ഉള്ളതെങ്കിലും ആ പച്ചവെള്ളത്തെ പോലും തീ പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം കാണാനായിട്ട് പ്രിയപ്പെട്ടവരൊക്കെ കാത്തു നിൽക്കുന്നു. എന്തായാലും ഇപ്പോ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും വള്ളംകളി പ്രേമികളും ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. എന്താണെന്നറിയോ, ഇനി വരാനിരിക്കുന്നത് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ, നമ്മുടെ ജലറാണിമാരുടെ, ജലകേസരികളുടെ ഫൈനൽ മത്സരമാണ്. ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കാത്തു നിൽക്കുന്നു സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2.
ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ സി ഗ്രേഡിൽ മുത്തമിട്ട സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് റേസ് ക്ലബിന്റെ ഗോതിരത്തുകാരുടെ നല്ല സുന്ദരക്കുട്ടി അല്ലെങ്കിൽ സുന്ദരക്കുട്ടൻ എന്ന് പറയാവുന്ന ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒന്നാമത്തെ ട്രാക്കിൽ കാത്തിരിക്കുന്നു. ചെറുവള്ളങ്ങളും മറ്റു വള്ളങ്ങളും ഒക്കെ ട്രാക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് തയ്യാറായിട്ട് നിൽക്കണം. കാരണം ഇടിമുഴക്കം തയ്യാറായി, മഹാഭാരത യുദ്ധം കടന്നു വരുന്നു. സ്നേഹം